രാഹുലിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ പോലീസിൻ്റെ നിരീക്ഷണത്തിലുമാണ്. രാഹുലിനെ അകത്താക്കാൻ പോലീസ് തിരക്കഥ മെനയുന്നുണ്ടോ? അങ്ങനെ ഒരു സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. അതില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇതിനകത്ത് കുറ്റമുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് അറസ്റ്റ് ചെയ്യേണ്ട കുറ്റമുണ്ട് എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഇല്ലേ ഉള്ളൂ. അതിൽ ഏറ്റവും അടിയന്തരമായിട്ട് പോലീസ് നോക്കേണ്ടത് അതിൻ്റെ ശബ്ദം. കാരണം രണ്ടുപേരുടെയും ഡയലോഗ് മൊബൈലിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ആ വാക്കുകൾ ഒറിജിനലാണോ രണ്ടുപേരുടെ, അത് കഴിഞ്ഞ ശേഷം മാത്രമല്ലേ അറസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അതിനകത്ത് നമുക്കറിയാം, യൂട്യൂബിലും അവിടെ ഇവിടെയും പലരും ഇതേപ്പറ്റി കമൻ്റ് ചെയ്യുന്നതും ഇതിനകത്ത് എൻ്റെ ശബ്ദമാണ് എന്ന് ആ വാദി ഇതുവരെ ചാനലിൽ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങും പറഞ്ഞിട്ടില്ല. അതേസമയത്ത് രാഹുലിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ രണ്ടുപേരെയും ശബ്ദം ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ഇമിറ്റേറ്റ് ചെയ്യാമല്ലോ. അതുകൊണ്ട് ആ ശബ്ദം ഏതായാലും ഈ വ്യക്തികളുടെ ആണ് എന്ന് കൃത്യമായി തെളിവുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ വന്നിരിക്കുന്ന ആ ശബ്ദം ഇവർ രണ്ടുപേരെ ആണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പക്ഷേ ആ ശബ്ദത്തിന് ഇപ്പം വലിയ പ്രസക്തിയില്ല. കാരണം ആ പെൺകുട്ടി ഏതായാലും മൊഴി കൊടുത്ത് നേരിട്ട്. അപ്പോൾ അതിനു മുമ്പുള്ള ശബ്ദത്തിനകത്ത് ഉണ്ടെങ്കിൽ അതിലൂടെ പറയാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ അവരുടെ കംപ്ലൈൻറ്റ് ഓറലായിട്ട് അവരിപ്പം കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് കേസ് മുന്നോട്ട് പോകും.